സൂര്യന് ചുറ്റും ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി ഒരു ചൈന ടീപോട്ട്, നമ്മൾ സാധാരണ ചൈന വെയറുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ചായക്കോപ്പ ഓർബിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നു എന്നിരിക്കട്ടെ. അത് വളരെ ചെറിയൊരു ചായക്കോപ്പയാണ്. അതിനെ ടെലിസ്കോപ്പിൽ കൂടിയൊന്നും കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ പറയുന്നത് കള്ളമാണെന്നോ തെറ്റാണെന്നോ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ടെലിസ്കോപ്പിൽ കൂടെ നോക്കിയിട്ട് ചായക്കോപ്പ കാണുന്നില്ല എന്നതിൻ്റെ അർത്ഥം ചായക്കോപ്പ ഇല്ല എന്നുള്ളതല്ലോ. നിങ്ങൾ എന്തൊക്കെ ടെക്നിക്ക് പ്രയോഗിച്ചാലും ഞാൻ പറയുന്നത് പോലൊരു ചൈന വെയർ ടീപോട്ട് സൂര്യന് ചുറ്റും കറങ്ങുന്നില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ടീപോട്ട് സൂര്യന് ചുറ്റും പോകുന്നുണ്ട് എന്നാണോ? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് കഴിഞ്ഞ കുറേ കാലമായിട്ട് സയൻസ് പറയുകയും സ്യൂഡോ സയൻസ്, കപടശാസ്ത്രമെന്നോ അന്ധവിശ്വാസമെന്നോ ഒക്കെ വിളിക്കാവുന്ന പല ആശയങ്ങളെയും സയൻസ് കൊണ്ട് ഡീബങ്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു ആർഗ്യുമെൻ്റാണ്, സയൻസിന് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, സയൻസിന് തെളിയിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം ആ കൂട്ടത്തിൽ പെടുന്നതാണ്. ഈ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റായിട്ടാണ് നമ്മൾ ഈ ചായക്കോപ്പയുടെ കഥ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് എൻ്റെ സ്വന്തം കഥയല്ല, ബെർട്രാൻഡ് റസൽ എന്ന് പറയുന്ന ചിന്തകൻ മുമ്പോട്ട് വെച്ച ഒരു ഐഡിയയാണിത്. അതിനെ ഇന്ന് വിളിക്കുന്നത് റസൽസ് ടീപോട്ട് എന്നാണ്. എന്താണിത് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഗതി ഡിസ്പ്രൂവ് ചെയ്യാൻ കഴിയില്ല എന്നതിൻ്റെ അർത്ഥം അത് പ്രൂവ്ഡ് ആണ് എന്നല്ല. ഞാൻ സൂര്യന് ചുറ്റും ചായക്കോപ്പ കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ചായക്കോപ്പ അവിടെ ഉണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത എൻ്റേതാണ്. മറിച്ച് അത് ഇല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് വെച്ച് തന്നിട്ട് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് സ്വയം ഞെളിയുന്നതല്ല അതിൻ്റെ രീതി. ഇതിനെ ബേർഡൻ ഓഫ് പ്രൂഫ് എന്നാണ് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു അവകാശവാദം ഉന്നയിച്ചാൽ അത് ശരിയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ അവകാശവാദം ഉന്നയിക്കുന്ന ആളിൻ്റെയാണ്. മറിച്ച് അത് തെറ്റാണെന്ന് മറ്റുള്ളവർ തെളിയിച്ചാൽ മാത്രമേ അത് തെറ്റാകൂ എന്നല്ല. ഈ സയൻസിന് കാര്യങ്ങൾ എല്ലാം അറിയാം എന്ന ഒരു അവകാശവാദം സയൻസോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലുമോ ഒരിടത്തും ഉന്നയിച്ചിട്ടില്ല. അതായത് സയൻസ് ഡസൻ നോ എവറിത്തിങ് എന്ന് പറയുന്നത് സയൻസിന് വെളിയിലുള്ളവരല്ല, സയൻസ് തന്നെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. കാരണം സയൻസ് തുടങ്ങുന്നത് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അറിയാനുള്ള ശ്രമമായിട്ടാണ്. എല്ലാം അറിയാവുന്നുണ്ടെങ്കിൽ സയൻസ് ഇല്ല, കാരണം പിന്നെ ഒന്നും കണ്ടുപിടിക്കാനില്ലല്ലോ. എല്ലാം അറിയില്ല എന്നതുകൊണ്ട് മാത്രമാണ് സയൻസ് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ അറിവില്ലായ്മ സയൻസിൻ്റെ തുടക്കമാണ്, സയൻസിൻ്റെ അവസാനമല്ല. പക്ഷേ പല കാര്യങ്ങളും സയൻസിലൂടെ നമ്മൾ ലോകത്തെ കുറിച്ച് മനസ്സിലാക്കിയ അറിവിന് ഘടകവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ചില ആളുകൾക്ക് പാസ്സാക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന സ്ഥിരം ആർഗ്യുമെൻ്റാണ് സയൻസിനൊന്നും അറിയില്ല എന്നുള്ളത്. ശ്രദ്ധിക്കുക, സയൻസിന് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ലോകത്തുണ്ട്. പക്ഷേ ഇത്തരം ആർഗ്യുമെൻറ്റുകൾ ഉന്നയിക്കുന്ന ആൾക്കാർ ചില വാക്കുകളെ തമ്മിൽ കൺഫ്യൂസ് ചെയ്യിക്കാം. ഇപ്പോൾ അൺനോൺ, ഇതുവരെ അറിയാത്തത്, അൺനോവബിൾ, അറിയാൻ പറ്റാത്തത്, ഇത് രണ്ടും ഒന്നല്ല. സയൻസിന് ഇന്നറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ അർത്ഥം അത് അറിയാനേ പറ്റാത്തതാണ് എന്നല്ല. ഇനി ദർ ഇസ് നോ ഡിസ്പ്രൂഫ്, തെറ്റാണെന്ന് തെളിവില്ല, അതിൻ്റെ അർത്ഥം ശരിയാണെന്ന് തെളിവുണ്ട് എന്നല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളെ വാദം ജയിക്കാൻ വേണ്ടി നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാം എന്നേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും ലോജിക്കലി നിൽക്കുന്ന അവകാശവാദങ്ങളല്ല. ഇപ്പോൾ സയൻസിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, സയൻസിന് വിരുദ്ധം എന്ന് ഉദ്ദേശിക്കുന്നത് സയൻറ്റിഫിക്കായി ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന അറിവുകൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിന് നമ്മൾ സയൻസിലൂടെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചില ആളുകൾ ഉന്നയിക്കാറുള്ള രണ്ട് സ്റ്റാൻഡുണ്ട്. ഒന്ന്, ഇത് സയൻസിന് മനസ്സിലാക്കാൻ പറ്റാത്തത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ട്, ഇത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്, മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കുമൊക്കെ പരിധികളുണ്ട്, അതിനും അപ്പുറമുള്ള കാര്യങ്ങളാണ്. ഈ രണ്ട് വാദങ്ങളും പൊള്ളയായ വാദങ്ങളാണ്. ഇതിൽ ആദ്യത്തേത്, അതിനുള്ള ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സയൻസിന് മനസ്സിലാക്കാൻ പറ്റാത്തത്ര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു പ്രസൻറ്റ് ടെൻസിലുള്ള കാര്യമാണ്. സയൻസിന് നാളെ മനസ്സിലായി കൂടാ എന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരു കാലത്ത് സയൻസിന് ഒരിക്കലും ആക്സസ് ചെയ്യാൻ കഴിയാത്തതെന്ന് കരുതിയ പല കാര്യങ്ങളും പിന്നീട് സയൻസിലൂടെ സുവ്യക്തമായിട്ടുണ്ട്. എത്രയെങ്കിലും ഉദാഹരണങ്ങൾ നമുക്കതിൽ നിന്നും പറയാൻ പറ്റും.
ഇപ്പോൾ ഉദാഹരണത്തിന് രോഗങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. ഒരുപാട് കാലം മനുഷ്യർ കരുതിയിരുന്നത് ഈവിൾ സ്പിരിറ്റ്, അതായത് ദുരാത്മാക്കളുടെയോ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഏജൻസികളുടെ കോപം കൊണ്ടോ ഉപദ്രവം കൊണ്ടോ ഒക്കെയാണ് അസുഖങ്ങൾ വരുന്നതെന്നുള്ളതായിരുന്നു ഒരു കാലത്ത് മനുഷ്യൻ കരുതിയിരുന്നത്. എന്നാൽ 19-ാം നൂറ്റാണ്ടിലാണ് ജേം തിയറി വരുന്നത്, രോഗാണു സിദ്ധാന്തം. അപ്പോൾ മനുഷ്യൻ്റെ കണ്ണിൽപ്പെടാത്തത്രയും ചെറിയ സൂക്ഷ്മമായ വലിപ്പമുള്ള അണുക്കൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നും അവയിൽ പല അണുക്കൾക്കും മനുഷ്യൻ്റെ ആരോഗ്യാവസ്ഥയ്ക്ക് കേടുവരുത്താൻ കഴിയും എന്നും നമ്മൾ മനസ്സിലാക്കിയത് പിന്നീടാണ്. അതോടുകൂടി ആ പഴയ ഈവിൾ സ്പിരിറ്റിൻ്റെ റോള് അവിടെ നിന്ന് പോയി. അപ്പോൾ അതിനു മുമ്പ് സയൻസിന് ചിന്തിക്കാൻ കഴിയാത്തതെന്ന് കരുതിയ കാര്യം അവിടെ തെളിയിക്കപ്പെട്ടു. അതുപോലെ DNA കുറിച്ചും ജെനറ്റിക്സിനെ കുറിച്ചും ഒന്നും അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത് ഒരു ഡിവൈൻ വിൽ, ഒരു ദൈവേച്ഛയുടെ ഫലമായിട്ടാണ് ആൾക്കാർ കണ്ടിരുന്നത്. ഇന്ന് നമുക്കറിയാം എങ്ങനെയാണ് ജീൻ സീക്വൻസിങ്ങിൽ അല്ലെങ്കിൽ ജനിതക ഘടനയിൽ എങ്ങനെയാണ് ഈ ജീനുകൾ ഓരോരോ പ്രവൃത്തികളെയും ഓരോരോ പ്രത്യേകതകളെയും നിയന്ത്രിക്കുന്നതെന്നും അതെങ്ങനെയാണ് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്നും വ്യക്തത നമുക്കിന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഇടിമിന്നലുണ്ടാകുന്നത്, അത് ദൈവകോപമാണെന്നോ അല്ലെങ്കിൽ ചെകുത്താൻ്റെ ആക്രമണമാണോ എന്നൊക്കെ കരുതിയിരുന്നൊരു കാലഘട്ടം മനുഷ്യർക്കുണ്ട്. എന്നാൽ അത് അറ്റ്മോസ്ഫിയറിലുള്ള ഇലക്ട്രിസിറ്റി കാരണം ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ പ്രതിഭാസം മാത്രമാണ് എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുന്നതും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ ദൈവേച്ഛയാണെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ട്. 1950-കൾക്ക് ശേഷം മാത്രമാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്ന ഭൂമിയിലെ ഫലക ചലനത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇനിയും നമ്മളങ്ങനെ കരുതിയിരിക്കുന്ന അല്ലെങ്കിൽ സയൻസിന് മനസ്സിലാകാത്തത് എന്ന് വിചാരിക്കുന്ന, സയൻസിന് എത്തിപ്പെടാൻ കഴിയാത്തത് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് സയൻസിലൂടെ തന്നെ ഉത്തരങ്ങൾ ഉണ്ടായേക്കാം. അത് ഇപ്പോൾ അറിയില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ അത് പക്ഷേ സയൻസിൻ്റെ മെത്തഡോളജി വെച്ച് അന്വേഷിക്കുമ്പോൾ കൂടുതൽ കോംപ്ലക്സ് ആയിരിക്കാമെന്നേ ഉള്ളൂ. അത് എല്ലാ കാലത്തും അങ്ങനെ ആയിരിക്കും എന്നൊരു ഗ്യാരണ്ടി ഇല്ല. ഇനി രണ്ടാമത് പറഞ്ഞ ന്യായമാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള ന്യായം. അത് മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത അല്ലെങ്കിൽ അതിനും അപ്പുറമുള്ളതാണ്. മനുഷ്യന് അതിനെക്കുറിച്ച് മനസ്സിലാവില്ല. അത് ശരിക്കും സ്വന്തം കാലിലേക്ക് വെടിവെക്കുന്ന ഒരു ആർഗ്യുമെൻ്റാണ്. കാരണം ഈ പറയുന്നത് ആരാണ്? ഈ പറയുന്നത് ഒരു മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യന് മനസ്സിലാവാത്ത കാര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെയാണ് സംസാരം നിർത്തേണ്ടത്. കാരണം നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്ക് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം നിങ്ങളുടെ തന്നെ ആർഗ്യുമെൻറ്റ് മനുഷ്യന് മനസ്സിലാവാത്ത കാര്യങ്ങൾ, മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കും അപ്പുറമുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ മനുഷ്യനല്ല എന്ന് തെളിയിക്കണം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് വാചാലമായിട്ട് സംസാരിക്കുന്നത് നിർത്തണം. പക്ഷേ നമുക്കറിയാം ഇത് ആത്മാർത്ഥമായിട്ടുള്ള ആർഗ്യുമെൻ്റ് അല്ല. സയൻസിന് ഒന്നും അറിയില്ല അല്ലെങ്കിൽ സയൻസിന് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നതോ, മനുഷ്യന് അറിയാൻ കഴിയാത്ത, സയൻസിന് ഇനിയും ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നതോ, ഇപ്പോൾ അവരവർ പറയുന്ന ആർഗ്യുമെൻ്റ് ലോകത്തെക്കുറിച്ച് വളരെ സോളിഡായിട്ട് സയൻസ് മനസ്സിലാക്കി വച്ചേക്കുന്ന അറിവിന് ഘടകവിരുദ്ധമാകുമ്പോൾ ആ സിറ്റുവേഷൻ കഴിച്ചിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്ക് മാത്രമാണ്. കാരണം രണ്ട് കാര്യങ്ങൾ പരസ്പര വിരുദ്ധമാണെങ്കിൽ അവ രണ്ടും കൂടി ഒരിക്കലും ശരിയാവില്ല. അവയിൽ ഒന്നെങ്കിലും അല്ലെങ്കിൽ രണ്ടും കൂടി തെറ്റാകാം. പക്ഷേ പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ശരിയാകാൻ കഴിയില്ല. ഇപ്പോൾ സയൻസിലൂടെ നമ്മൾ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വെളിപാടായിട്ട് നമുക്ക് കിട്ടിയവയല്ല. അത് നമ്മൾ മനഃപൂർവ്വം അന്വേഷിച്ച് കണ്ടെത്തി ടെസ്റ്റ് ചെയ്ത് പലതവണ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ടെസ്റ്റിൽ നിലവിലുള്ള ഒരു അറിവ് പരാജയപ്പെട്ടാൽ, അത് മാച്ച് അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ആ ടെസ്റ്റിൽ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, അത് പുനഃപരിശോധിക്കും, അല്ലെങ്കിൽ നിലവിലുള്ള അറിവിൽ എന്തോ പോരായ്മയുണ്ട്, അത് പരിഹരിക്കും. അപ്പോൾ സയൻസിൻ്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് തവണ അത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രകാശം എന്താണ് എന്നതിനെക്കുറിച്ചിട്ടുള്ള സിദ്ധാന്തം ആദ്യം ന്യൂട്ടൺ എന്താണോ മനസ്സിലാക്കിയിരുന്നത് അത് പരക്കെ അംഗീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ ചില ഇപ്പോൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷണമായിട്ട് അത് യോജിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രകാശത്തിൻ്റെ സ്വഭാവം മറ്റൊന്നാണ് എന്ന കാര്യത്തിലേക്ക് സയൻസിൻ്റെ അറിവെത്തുന്നു. പിന്നെയും കുറേ കാലം കഴിയുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് പോലുള്ള പല പ്രതിഭാസങ്ങളെയുമായിട്ടും അത് മാച്ചിങ് അല്ല എന്ന് തോന്നുമ്പോൾ ക്വാണ്ടം മെക്കാനിക്കലായിട്ട് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, എങ്ങനെയാണ് ക്വാണ്ടം തിയറി ഇതിനെ വിശദീകരിക്കുന്നത് എന്ന പുതിയൊരു അറിവിലേക്ക് നമ്മൾ എത്തുന്നു. പുതിയ പരീക്ഷണ ഫലങ്ങൾ എന്തെങ്കിലും നിലവിലുള്ള അറിവുമായിട്ട് മാച്ച് ആകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ അറിവിനെ പരിഷ്കരിക്കേണ്ടി വരും. ഇനി ചിലപ്പോൾ പരിഷ്കരണം നടത്തേണ്ടി വരുന്നത് നമ്മുടെ പരീക്ഷണത്തിനാവാം. ഇപ്പോൾ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ന്യൂട്രിനോകളെ ഒരു കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഫിസിക്സിലെ മുഴുവൻ അണ്ടർസ്റ്റാൻഡിങ്ങിനും തിരുത്തപ്പെടേണ്ട ഒരു സിറ്റുവേഷനിൽ എത്തിക്കും എന്ന് കരുതിയിരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് വാർത്തകൾ അങ്ങനെയാണ് വന്നത്. പക്ഷേ പിന്നീട് പരിശോധനകൾ മനസ്സിലായി അത് ആ പ്രത്യേക പരീക്ഷണത്തിൽ സംഭവിച്ച ഒരു പിഴവാണ്. അപ്പോൾ എന്തായാലും പരസ്പര വിരുദ്ധമായിട്ടുള്ള പരസ്പര മാച്ചിങ് അല്ലാത്ത രണ്ട് കാര്യങ്ങൾക്ക് ഒരേ സമയം ശരിയാവാൻ കഴിയില്ല. അവയിൽ ഒന്നെങ്കിലും തെറ്റായേ പറ്റൂ.
പക്ഷേ പലപ്പോഴും കപടശാസ്ത്രങ്ങളുടെയോ അന്ധവിശ്വാസങ്ങളുടെയോ വക്താക്കൾ അത് സമ്മതിച്ചു തരില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് രോഗചികിത്സയുടെ കാര്യത്തിൽ ഹോമിയോപ്പതി എന്താണ് പറയുന്നത്? ഹോമിയോപ്പതി പറയുന്നത് നേർപ്പിക്കും തോറും ഒരു മരുന്നിന് വീര്യം കൂടും എന്നാണ്. അത് കൂടുതൽ പൊട്ടൻറ്റൈസ്ഡായി മാറും എന്നാണ്. എന്നാൽ നമുക്കറിയാം ഉപ്പ് വെള്ളത്തിൽ വെള്ളം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പ് രസം കുറയും. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ അവിടെ ഉപ്പ് രസം എന്ന് പറയുന്ന ആ ഗുണം അതിന് കൊടുക്കുന്ന സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന തന്മാത്ര കൂടുതൽ വെള്ളത്തിലേക്ക് സ്പ്രെഡായി പോകുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തുള്ള അതിൻ്റെ അളവ് കുറയുന്നു. അത് കൂടുതൽ സ്ഥലത്തേക്ക് സ്പ്രെഡായി പോകുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണമായിട്ടുള്ള ഉപ്പ് രസവും അതിനനുസരിച്ചിട്ട് കുറയും. പക്ഷേ ഹോമിയോപ്പതിയിലെ മെഡിസിനിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. അവിടെ കൂടുതൽ നേർപ്പിക്കും തോറും അതിൻ്റെ വീര്യം കൂടി വരികയാണ് ചെയ്യുന്നത്. ഇത് മോഡേൺ സയൻസിൻ്റെ തുടക്കകാലം മുതലേ നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റബിൾ ആയിട്ടുള്ള ലോകത്ത് എവിടെ വേണമെങ്കിലും പരീക്ഷിച്ച് ബോധ്യപ്പെടുത്താവുന്ന അടിസ്ഥാന ശാസ്ത്ര അറിവിന് കടത്തവിരുദ്ധമാണ്. പക്ഷേ അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പലപ്പോഴും ഹോമിയോപ്പതിയുടെ വക്താക്കൾ പറയുന്നത് സയൻസിന് ഇനിയും അതിനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, സയൻസ് അത്രത്തോളം വളർന്നിട്ടില്ല എന്നുള്ളതാണ്. സയൻസ് വളരാത്തതല്ല നമ്മുടെ പ്രശ്നം. അതാണ് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ വളരുന്നൊരു കുട്ടി, അത് ലോകത്തെക്കുറിച്ച് ആ കുട്ടിക്ക് അധികമൊന്നും അറിയില്ലായിരിക്കും, വളരെ പഠിച്ചു വരുന്നേ ഉണ്ടാവുള്ളൂ. ഇനി എത്ര അറിവുള്ള ആളായാലും ഒരു മുതിർന്ന ആളായാൽ പോലും ലോകത്തെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ലായിരിക്കും. പക്ഷേ അങ്ങനെ ഒരാൾ ഇത് ചുവരിലിരിക്കുന്ന ഒരു ചിലന്തി ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് നോക്കില്ലേ? അതോ നിനക്ക് വേണ്ടത്ര അറിവായിട്ടില്ല, അവിടെ ചിലന്തി ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കില്ല എന്നാണോ എൻ്റെ നിലപാട്? അല്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം അംഗീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതിന് ആ പറയുന്നത് എല്ലാം തികഞ്ഞ പെർഫെക്റ്റ് അറിവുള്ള ഒരാളാണോ ഒരു സംവിധാനമാണോ എന്നല്ല നോക്കേണ്ടത്. ആ പറയുന്ന കാര്യം ടെസ്റ്റബിൾ ആണോ, അതിന് തെളിവുണ്ടോ എന്നുള്ളതാണ്. ഹോമിയോപ്പതി പറയുന്ന കാര്യം നിലവിലുള്ള അടിസ്ഥാന ശാസ്ത്ര തത്വങ്ങൾക്ക് എതിരാണ് എന്നതുകൊണ്ട് ഒന്നുകിൽ ഹോമിയോപ്പതി ശരിയാകുക അല്ലെങ്കിൽ മോഡേൺ സയൻസ് ശരിയാകുക. മോഡേൺ സയൻസ് ശരിയാണ് എന്നതിന് നിരവധി തവണ ടെസ്റ്റ് ചെയ്യപ്പെട്ട തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്, മറ്റതിനില്ല. അതിന് പകരം മനുഷ്യർക്ക് ആർക്കും മനസ്സിലാവാത്ത, സയൻസിന് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത രഹസ്യങ്ങളാണെന്ന് വിചാരിക്കുന്നത് ഒരു കപടവാദം മാത്രമാണ്. അത് തൽക്കാലത്തെ തർക്കം ജയിക്കാൻ വേണ്ടി ഉന്നയിക്കുന്നത് മാത്രമാണ്. ഒരു കഥ കൂടി നമുക്കിവിടെ ഉന്നയിക്കാം. കാൾ സേഗൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ച ഒരു കഥയാണിത്. ഇത് ഡ്രാഗൺ ഇൻ മൈ ഗരാഷ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സേഗൻ തൽക്കാലം ഞാനാണെന്ന് വിചാരിച്ചോളൂ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഗ്യാരേജിൽ ഒരു ഡ്രാഗണിനെ വളർത്തുന്നുണ്ട്, ഒരു വ്യാളിയെ വളർത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു എക്സ്ട്രാ ഓർഡിനറി ക്ലെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടണം. നിങ്ങൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വരികയാണ്. എൻ്റെ ഗ്യാരേജ് ഞാൻ തുറന്ന് കാണിക്കുന്നു. നിങ്ങൾ നോക്കുമ്പോൾ ആ ഗ്യാരേജിലൊന്നുമില്ല. അപ്പോൾ പറയാണ്, എവിടെയാണ് വ്യാളി അല്ലെങ്കിൽ ഡ്രാഗൺ എവിടെയാണെന്ന് ചോദിക്കുന്നു. ഞാൻ പറയുന്നു എൻ്റെ ഡ്രാഗൺ ഇൻവിസിബിളാണ്. അപ്പോൾ അവർ പറയാണ്, ശരി, കാണണമെന്നവർക്ക് നിർബന്ധമില്ല, അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കാണണമെന്ന് നിർബന്ധമില്ല. ഒരു തെർമൽ ക്യാമറയോട് നോക്കിക്കഴിഞ്ഞാൽ ഡ്രാഗൺ തീ തുപ്പുമല്ലോ. അപ്പോൾ തീ തുപ്പുകയാണെന്നുണ്ടെങ്കിൽ തീയുടെ ചൂട് തെർമൽ ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ ഡ്രാഗൺ തുപ്പുന്ന തീക്ക് ചൂടില്ല. അപ്പോൾ ഞാനൊരു പുതിയ ക്വാളിറ്റി കൂടി എൻ്റെ ഡ്രാഗണോട് കൂട്ടിച്ചേർത്തു. അപ്പോൾ തെർമൽ ക്യാമറയിലൂടെ നിങ്ങൾക്ക് അതിനെ കാണാൻ കഴിയില്ല. ശരി, തറയിൽ നമുക്ക് കുറച്ച് മണലിടാം, അപ്പോൾ ഫുട് പ്രിൻ്റ് പതിയുമല്ലോ. അപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ ഡ്രാഗൺ തറയിൽ ചവിട്ടിയല്ല നടക്കുന്നത്, അത് ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചും നിങ്ങൾക്ക് എൻ്റെ ഡ്രാഗൺ ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല. നിങ്ങൾ അവിടെയും തോന്നുന്നില്ല. നിങ്ങൾ പറയുകയാണ്, അതിൻ്റെ ദേഹത്തേക്ക് നമുക്ക് പെയിൻറ്റ് സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കോരി ഒഴിക്കാം. അപ്പോൾ ഇൻവിസിബിൾ ആണെങ്കിൽ എൻ്റെ ദേഹത്തേക്ക് വെള്ളം വന്ന് വീഴുന്നത് കാണുമ്പോൾ നമുക്കറിയാമല്ലോ അവിടെ ഒരു വസ്തു ഉണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ ഡ്രാഗണിൻ്റെ ബോഡി ഒരു പ്രത്യേക തരം പ്രോപ്പർട്ടിയുള്ള ബോഡിയാണ്. എല്ലാ വസ്തുക്കൾക്കും അതിനകത്തൂടെ കടന്നു പോകാൻ പറ്റും. അത് പദാർത്ഥങ്ങളെ തടയില്ല. അപ്പോൾ നിങ്ങൾക്ക് വെള്ളമോ പെയിൻറ്റോ ഒഴിച്ച് അതിൻ്റെ സാന്നിധ്യം തെളിയിക്കാൻ പറ്റില്ല. ഇവിടെ നടന്നു പോകുന്നത്, നിങ്ങൾ ആ ഡ്രാഗണിൻ്റെ അസ്തിത്വം, അതിൻ്റെ എക്സിസ്റ്റൻസ് തെളിയിക്കാൻ വേണ്ടി മുന്നോട്ട് വെക്കുന്ന എല്ലാ ടെസ്റ്റിങ്ങുകളെയും പരാജയപ്പെടുത്തുന്ന രീതിയിൽ ഞാനൊരു ഗുണം ആ ഡ്രാഗണിനോട് കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കേണ്ടത്, നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതാണ്: കാണാൻ കഴിയാത്ത, ചൂടില്ലാത്ത തീ തുപ്പുന്ന, തറയിൽ ചവിട്ടാത്ത, പദാർത്ഥങ്ങളെ തടയാതെ എല്ലാം അതിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്ന തരത്തിലൊരു ഡ്രാഗണും ഇല്ലാത്തൊരു ഡ്രാഗണും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒന്ന് ആലോചിച്ചാൽ പിടി കിട്ടും. ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡ്രാഗൺ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ, അങ്ങനൊരു അവകാശവാദം ഞാൻ മുമ്പോട്ട് വെച്ചാൽ, എൻ്റെ ബാധ്യതയാണ് അങ്ങനൊരു ഡ്രാഗൺ ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത്. മറിച്ച് ഇല്ല എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാവില്ല. ഇനി എന്തൊക്കെ കണ്ടീഷനിലാണ് എൻ്റെ ഡ്രാഗൺ ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടീഷനിലാണ് എൻ്റെ ഡ്രാഗൺ ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുന്നത് എന്ന് ഞാൻ പറയണം. മറിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഡ്രാഗൺ ഇല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇട്ട് തരുന്നത് ഒരു വികടവാദമാണ്.
പക്ഷേ നമ്മുടെ ലോകം ഇന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നമുക്കറിയാം സയൻസ് മനുഷ്യരാശിയെ ഷെയ്പ്പ് ചെയ്തത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കത്തിന് വകുപ്പില്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ശാസ്ത്രീയമായി തയ്യാർ ചെയ്ത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യപ്പെട്ടത് എന്നൊക്കെയുള്ള ലേബലോട് കൂടി വിൽക്കാൻ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സയൻസിനൊരു ആധികാരികത സ്വയം അറിയാതെ ആളുകൾ കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. അപ്പോൾ പല ആളുകളും അവരവരുടെ കയ്യിലിരിക്കുന്ന വെറും വിശ്വാസങ്ങളെ, അന്ധവിശ്വാസങ്ങളെയോ മറ്റോ ഓതൻറ്റിക്കാണ് അല്ലെങ്കിൽ ആധികാരികമെന്ന് തോന്നിക്കാൻ വേണ്ടി കുറച്ച് സയൻസി ആയിട്ട് അതിനെ അവതരിപ്പിക്കാൻ നോക്കും, അല്ലെങ്കിൽ സയൻസ് ആണെന്ന മട്ടിൽ അവതരിപ്പിക്കാൻ നോക്കും. അപ്പോഴാണ് നമ്മളതിനെ കപടശാസ്ത്രം അല്ലെങ്കിൽ സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത്. പക്ഷേ അത് ടെസ്റ്റബിൾ ആയിരിക്കില്ല, അതിന് ചില പ്രത്യേക ഗുണങ്ങളുണ്ട്. അത് ഒരിക്കലും ക്ലാരിറ്റിയോടുകൂടി ആയിരിക്കില്ല കാര്യങ്ങൾ പറയുന്നത്. അത് മനഃപൂർവ്വമുള്ളൊരു അവ്യക്തത ഉണ്ടാക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് അത് സയൻസിന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇതൊരു അവ്യക്തതയാണ്. എന്താണ് ആ രീതി, അതായത് നിങ്ങളത് പ്രവർത്തിക്കുന്നു എന്ന ആധികാരികതയോടുകൂടി പറയുമ്പോൾ എന്താണ് ആ രീതി എന്ന് പറയേണ്ട ബാധ്യത അത് പറയുന്നവർക്ക് തന്നെയാണ്. പക്ഷേ അത് ആർക്കും മനസ്സിലാവാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ പൊതുവിൽ ഒബ്സ്ക്യുറാൻറ്റിസം എന്ന് പറയുന്ന ടെക്നിക്കാണ്. അതായത് അവ്യക്തത ഉണ്ടാക്കിയെടുക്കുക. ഇനി മറ്റൊന്ന്, അവർ നിങ്ങളെ അത് അറിയാൻ അനുവദിക്കാത്തതാണ്. അതായത് സയൻറ്റിസ്റ്റുകൾ മനഃപൂർവ്വം നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുകയാണ്. ഒരു തരത്തിലൊരു ഗൂഢാലോചന സിദ്ധാന്തമാണ്. വേറെ ആരുടെയൊക്കെ കുഴപ്പം കൊണ്ടാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതെന്ന് വരുത്തി തീർക്കുക. സയൻസിൻ്റെ രീതി ഒരു കാര്യം നിലവിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് അറിയില്ല, നമുക്കത് കണ്ടുപിടിക്കാം എന്നായിരിക്കും. എന്നാൽ സ്യൂഡോ സയൻസിൻ്റെ പൊതുവായ രീതി നിങ്ങൾക്കത് അറിയില്ല, അതുകൊണ്ട് ഇത് ശരിയാണ് എന്നുള്ളതായിരിക്കും. മറ്റു തരത്തിലുള്ള ടെസ്റ്റിങ്ങിനോ ക്വസ്റ്റ്യൻ ചെയ്യലുകളോ ഒന്നും അവർ പ്രോത്സാഹിപ്പിച്ചോളണം എന്നില്ല. അപ്പോൾ ഇവിടെ സയൻസ് പഠിച്ച് നമ്മൾ ഒരു ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ, ലോകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, ഉദാഹരണത്തിന് ക്വാണ്ടം മെക്കാനിക്സ് പോലുള്ള സിദ്ധാന്തങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം പലതും നമ്മുടെ കോമൺ സെൻസിന് നിരക്കാത്ത കാര്യങ്ങളാണ് പ്രകൃതിയെക്കുറിച്ച് നമ്മൾ അവിടെ കാണുന്നത്. പക്ഷേ അത് നമുക്ക് അതേസമയം തന്നെ പരീക്ഷണങ്ങളിലൂടെ പലതവണ തെളിയിക്കാനും സാധിച്ചിട്ടുണ്ട്. ഒരേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺ സെൻസ് അതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നീൽ ഡിഗ്രാസ് ടൈസൻ്റെ ആ വാചകം ആലോചിക്കുക. അതായത് നിങ്ങൾക്ക് സെൻസിബിളായിട്ട് തോന്നേണ്ട ഒരു ബാധ്യതയും ഈ പ്രപഞ്ചത്തിനില്ല. കാരണം നമ്മൾ ഈ പ്രപഞ്ചത്തിലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഗ്രഹത്തിൽ ജീവിക്കുന്ന കോടാനുകോടി ജീവിവർഗങ്ങളിൽ ഒരു ജീവിവർഗം മാത്രമാണ്. നമ്മൾ മറ്റ് ജീവികളെ പോലെ ഇവിടുത്തെ കാര്യങ്ങളെ അസസ് ചെയ്ത് ഇവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മുടെ മസ്തിഷ്കം അതിന് വേണ്ടിയിട്ട് പരുവപ്പെട്ടു വന്ന ഒന്നാണ്. അതിനു മുമ്പിൽ ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലാക്കിക്കൊള്ളാം എന്നുള്ളൊരു ഉദ്ദേശമോ ലക്ഷ്യമോ ഒന്നും അതിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കോമൺ സെൻസിന് നിരക്കേണ്ടതാണ്, അല്ലെങ്കിൽ അങ്ങനെ നിരന്നാലേ പറ്റൂ എന്ന് നമ്മൾ പിടിക്കുന്നത് ഒരു അനാവശ്യമായിട്ടുള്ള വാശിപിടുത്തമാണ്. യൂണിവേഴ്സിന് അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ നമ്മളോടൊപ്പം ഇല്ല. അത് നിലവിൽ ഒരുപാട് കാര്യങ്ങൾ അറിയില്ല എന്ന് അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ പുതിയ ഡീറ്റെയിൽസ് വരുമ്പോൾ നമ്മൾ കൂടുതൽ കൃത്യത ഈ കാര്യങ്ങളിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഐസക് അസിമോവിൻ്റെ ഒരു കോട്ട് കൂടി ഇവിടെ ഓർമ്മിപ്പിക്കാം. അതായത് സയൻസ് എപ്പോഴും ചെയ്യുന്നത് ലെസ് ആക്യുറേറ്റിൽ നിന്നും മോർ ആക്യുറേറ്റിലേക്ക് പോവുക എന്നുള്ളതാണ്, കൂടുതൽ ശരിയിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. എല്ലാ കാലത്തും അത് പുതിയ അറിവുകൾക്കനുസരിച്ച് പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. സയൻസിന് ഈ ആധികാരികത നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്നത് സത്യത്തിൽ അത് പുതിയ നിരീക്ഷണങ്ങൾക്കനുസരിച്ചിട്ട് അതിൻ്റെ സ്വന്തം പ്രമാണങ്ങളെ അത് തിരുത്തും എന്നുള്ളതുകൊണ്ടാണ്. ഇറ്റ് ഈസ് ഓപ്പൺ ടു ചേഞ്ച്. ഇപ്പം നമ്മൾ 3-4 വയസ്സുള്ളപ്പോൾ നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതുതന്നെയാണോ 25-ാം വയസ്സിൽ നമ്മൾ മനസ്സിലാക്കുക? അത് തന്നെ ആയിരിക്കും 9-ാം വയസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അത് മാറിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നമ്മൾ വളർന്നുവെന്നും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചു എന്നതിൻ്റെ തെളിവാണ്. നിങ്ങൾ 3-ാം ക്ലാസ്സിൽ വിചാരിച്ചു വെച്ചിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളർന്നിട്ടില്ല. അപ്പോൾ വളരുന്ന പുരോഗമിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാന ലക്ഷണം തന്നെയാണ് മാറ്റം, അല്ലെങ്കിൽ നിലവിലുള്ള പ്രമാണങ്ങൾ വരുന്ന മാറ്റം പുരോഗതിയാണ്. 5000 വർഷം പഴക്കമുള്ള അതേ സിദ്ധാന്തങ്ങളാണ് നിങ്ങൾ ഇന്നും പരമമായ സത്യങ്ങളെന്ന് കരുതി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അറിയായിക അല്ലെങ്കിൽ നിലവിൽ അറിവില്ലാത്ത കാര്യങ്ങൾ സയൻസിൻ്റെ സ്ട്രെങ്താണ്, അതിൻ്റെ കഴിവുകേടല്ല. അറിയില്ല എന്ന് അംഗീകരിച്ചാലേ അറിവുണ്ടാക്കാനുള്ള സാധ്യത തുറന്നു കിട്ടൂ. എല്ലാം അറിയാമെന്ന് ധരിച്ചിരിക്കുന്നവർക്കാണ് ആ മുന്നോട്ടുള്ള പുരോഗതിക്ക് തടസ്സം ഉണ്ടാവുക. പെർഫെക്ഷൻ ഈസ് എ ഡെഡ് എൻഡ്. മറ്റൊരു ഷോട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.